ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ 10 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് തുടങ്ങുകയാണ്. ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെയും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ആ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾ അതാത് ദിവസത്തിൽ ചെയ്യേണ്ട ടാസ്കുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോ കാണുകയോ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ആ അറിവുകൾ നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് വെറും അറിവുകൾ മാത്രമായി അവിടെ കിടക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ അറിവുകൾ മാത്രമാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിത വിജയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡേ 1 നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആകർഷണ നിയമത്തിൻ്റെ അടിസ്ഥാന മര്യാദകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആകർഷണ നിയമം പ്രസ്താവിക്കുന്ന ശക്തമായൊരു സാർവത്രിക തത്വമാണ് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഊർജം നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയിലൂടെ സമാനമായ ഊർജം നിങ്ങളിലേക്ക് തന്നെ തിരികെ ആകർഷിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കുകയും നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ, സെൽഫ് ടോക്ക് എന്നിവ എപ്പോഴും പോസിറ്റീവാക്കുകയും വേണം. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. 1. ചിന്തകൾ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് അനുഭവങ്ങളെ ആകർഷിക്കുന്നു. അതേസമയം നെഗറ്റീവ് ചിന്തകൾക്ക് നെഗറ്റീവ് കാര്യങ്ങളെ ആകർഷിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവാക്കാൻ ശ്രമിക്കുക. 2. വികാരങ്ങൾ. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു കാന്തത്തെ പോലെയാണ് നിങ്ങളുടെ വികാരങ്ങൾ. വികാരങ്ങൾ ഒരു വൈബ്രേഷൻ ആവൃത്തി വഹിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമോ സ്നേഹമോ കൃതജ്ഞതയോ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ഉയർന്ന വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് ആവുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ നിരീക്ഷിക്കുകയും ദേഷ്യം, സങ്കടം, വിദ്വേഷം, പക, അസൂയ ഇതുപോലുള്ള നെഗറ്റീവ് ഇമോഷനുകളാണ് അനുഭവിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ സന്തോഷം, സ്നേഹം, ആഹ്ലാദം, കൃതജ്ഞത ഇതുപോലുള്ള നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തുന്ന ഇമോഷനുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. 3. വിശ്വാസങ്ങൾ. വിശ്വാസങ്ങൾ നിങ്ങളുടെ ലോകത്തെ തന്നെ രൂപപ്പെടുത്തുന്നു. വിശ്വാസം നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഫലങ്ങളെയും സ്വാധീനിക്കുന്നു. നിങ്ങൾ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമൃദ്ധിയെ ആകർഷിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിലും നിങ്ങളിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ശാക്തീകരണ പ്രസ്താവനകൾ ദിവസവും ആവർത്തിക്കുക. അതായത് അഫർമേഷൻസ്. ഉദാഹരണത്തിന്, ഞാൻ സമൃദ്ധിക്ക് യോഗ്യനാണ്, ഞാൻ സ്നേഹവും പോസിറ്റിവിറ്റിയും ആകർഷിക്കുന്നു, എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ അഫർമേഷൻസുകൾ എടുത്ത് ദിവസവും ആവർത്തിച്ച് പറയുക. ഇനി ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായും ചെയ്തിരിക്കണം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റം വരണമെങ്കിൽ ഇതുപോലുള്ള വീഡിയോ കണ്ടതുകൊണ്ടും ബുക്ക് വായിച്ചതുകൊണ്ടും ഒരു മാറ്റവും വരികയില്ല.
അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മാറുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ടാസ്കിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ചിരുന്നതിന് ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നിലവിൽ എന്ത് വിശ്വാസങ്ങളും ചിന്താരീതികളുമാണ് പുലർത്തുന്നത്? അവ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ അതോ അവയെ തടയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത്? പരിമിതപ്പെടുത്തുന്ന എന്ത് വിശ്വാസങ്ങളാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എൻ്റെ മാറ്റത്തിനും വളർച്ചയ്ക്കും ഞാൻ തയ്യാറാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോയി ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. 1. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക. നിങ്ങൾ എന്താണ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുക. 2. നിങ്ങളുടെ ചിന്തകൾ നിരീക്ഷിക്കുക. നിഷേധാത്മകമായ ചിന്തകളാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ചിന്തയെ കൊണ്ടുവന്ന് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. 3. സ്ഥിരീകരണങ്ങൾ. പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ തിരഞ്ഞെടുത്ത് അത് ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട 10 അഫർമേഷൻസ് കണ്ടെത്തുകയും ഇനിയുള്ള ദിവസങ്ങളിൽ അവ പറയുകയും ചെയ്യുക. ഓർക്കുക, നിങ്ങളൊരു ശക്തനായ സൃഷ്ടാവാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയും ഇന്ന് പറഞ്ഞ ടാസ്കുകളെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. ഡേ 2ാമത്തെ വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളെല്ലാവരും പോസിറ്റീവായി സന്തോഷത്തോടെ ഇരിക്കുക.